മാധവ, இந்த நேரத்துல ആരാ എന്റെ മോളെ പാട്ട് പഠിപ്പിച്ചത്? താൻ കള്ളു കുടിച്ചു നടന്നു. മകളെ പഠിപ്പിക്കുന്നത് താനാണെന്ന് കളവും പറഞ്ഞു. രാമൻ ഇതുവരേക്ക് ഒരു പിഴവ് വരുത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു വലിയ വീട് പുലർത്താൻ എടുക്ക മുടിയാത്ത ചുമടുമായി നടക്കുകയാണ് അവൻ. പക്ഷേ കുളന്തകളുടെ മനസ്സ് എപ്പോഴാ മാറണമെന്ന് അറിയാനുള്ള ബുദ്ധി എനക്കുണ്ടായില്ല. എന്താ എന്റെ മോൾക്ക് ഞാൻ ചെറുക്കനെ ചോദിക്കണം? നമ്മ ഈ சொல்றதுல ഏതാവത് സത്യം இருக்கான்னு കേൾக்கிறதுக்கு തന്നെ എനിക്ക് പേടിയാ இருக்கு മാധവ. അവന്റെ നിഴൽ മാതിരി എപ്പോഴും നടക്കുന്ന ഒരു പെണ്ണുണ്ട്, എന്റെ മകൾ. കുഞ്ഞിലെ പറഞ്ഞു വെച്ചതാ. അവൾക്ക് അവൻ നഷ്ടമാവും തെരിഞ്ഞ இந்த പുഴക്കരയിലെയോ വീട്ടിലെ കഴുക്കൊല്ലയോ അവനക്കും അത് തെരിയും. എന്നാൽ അതങ്ങ് നടത്ത്. അല്ലെങ്കിൽ അവനെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടണം. നന്നായി പാടുന്നുണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു ജോലി ഞാൻ ശരിയാക്കി കൊടുക്കാം. இந்த ഇടം വിട്ടുപോകാൻ കഴിയാത്തവരെണ്ണങ്ങൾ. സംഗീതം ദൈവം തന്നത്, അത് വിൽക്കാൻ പാടില്ലെന്ന് അവനെയും ഞാൻ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് വേണ്ടിടത്ത് തൊണ്ട വരളും, വിശ്വാസം നഷ്ടപ്പെടും. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ അവനങ്ങനെ ഉണ്ട്. പറഞ്ഞിട്ടില്ലേ, ശാപം കിട്ടിയവരാ ഞങ്ങൾ. ഇവിടെ തന്നെ ഞങ്ങൾ ചുറ്റിത്തീരും. 7 8 വയസ്സുള്ളപ്പോ അവന്റെ രക്ഷകന്റെ വേഷം കെട്ടിയവനാണ് ഞാൻ. സത്യത്തിൽ മാധവ, അവനെ നശിപ്പിക്കായിരുന്നു എന്റെ രക്ഷയ്ക്ക്. ഞാൻ എന്നെ ചെയ്യണം. എന്റെ മകളൊരു പാവമാണ്. ഇനി അവളെ മോഹിപ്പിച്ചുകൂടും. എന്താ വേണ്ടത്? ചെയ്യേണ്ടത് ശാസ്ത്രികളാണ്. ആലോചിച്ച് നിൽക്കാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല. സീതാ കല്യാണ വൈഭോഗമേ, രാമ കല്യാണ വൈഭോഗമേ, പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവദനേത്ര രമണീയ ഗാത്ര, പാവന ജസ്തുതി പാത്ര പാവന ചരിത്ര രവി ഏമ്മ നീ പിന്നാടി നിൽക്കണേ. വാമ. രമണീയ ഗാത്ര. ஏய், பாத்தியா யாருன்னு? தாலி கட்டுறதுக்கு முன்னாலே வந்தாச்சு. அதுதான் ஃப்ரெண்ட். கவனிச்சுட்டா? வாமா, எல்லாம் உங்க அப்பாவோட பெரிய மனசு தாமா இந்த கல்யாணம் சீக்கிரம் நடக்கிறதுக்கு காரணம். அவரு சாதாரண மனுஷனல்லம்மா, கடவுள் தான். அப்பா செஞ்ச ஹெல்ப்புக்கு பிரதிபலன் திரும்பி கொடுக்கறது எனக்கு தெரியாது. ஏய், அங்க பாரு. நீங்க ഈ നാട്ടിന്ന് പോയിട്ടേന്ന് അപ്പ சொன்னது? രാവിലെ പോവാനിരുന്നതാ, പോയില്ല. ഈശ്വരൻ ഒരാള് മേലെ ഇല്ലയാ, അവര് നിന്നെ വിടമാട്ടെ. வாமா, நேரமாச்சு. 1 மணி நேரத்துக்குள்ள எல்லாம் முடிஞ்சிடும், போகக்கூடாது.
ഐ എം സോറി ഭദ്ര. കാലത്ത് എഴുന്നേറ്റപ്പോ തന്നെ 6 മണിയായി. പിന്നെ ബാത്റൂമിൽ തിരക്ക്. ഒരു ചായ തിളപ്പിക്കാന്ന് കരുതിയപ്പോ കറണ്ടും ഇല്ല. ഒക്കെ പതിവ് എക്സ്ക്യൂസ് അല്ലേ? മടുപ്പ് തോന്നുന്നുണ്ടോ? പൾസ്, BP, ടെമ്പറേച്ചർ, ലാബ് റിപ്പോർട്ട് എല്ലാം നോർമലാണ്. എപ്പോ തുടങ്ങിയതെന്നറിയോ ഈ കുട്ടിയുടെ ഉറക്കം? ഇവിടെ ഒരാൾ പുസ്തകം വായിച്ച് ഒറ്റ ഇരിപ്പാ. 5 മണി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോയി കിടക്കാൻ. മാഡം എത്തുമ്പോ വിളിക്കാന്നും പറഞ്ഞു. എവിടെ? പുസ്തകത്തിൽ നിന്ന് കണ്ണുയർത്തുവോടെ ചെയ്തില്ല. ആ കുറെ കഴിഞ്ഞ് നോക്കുമ്പോ ഞാനൊന്ന് മയങ്ങിയതിന് കളിയാക്കാണോ? ഒന്നുമില്ല കേട്ടോ. സുഖമായിട്ട് ഇറങ്ങിയില്ലേ? ഞാൻ പോട്ടെ. അച്ഛനെ കാണണം അല്ലേ? Have a nice day with sound sleep. See you tomorrow. മോൾക്ക് നല്ല ഭേദമുണ്ട്. അവൾ ഇന്നലെ നന്നായിട്ട് ഇറങ്ങി. ചീഫ് വന്നാ വാർഡിലേക്ക് മാറ്റും. ഇവള് കുട്ടികളെക്കാളും കഷ്ട. ഒന്നും കൂടി കാണണമെന്ന്. എന്താ അമ്മേ, 2 മണിക്ക് ഞാൻ കൊണ്ടുപോയി കാട്ടിയതല്ലേ. പുറത്തു നിന്നുള്ള അണുക്കൾ അകത്ത് കടക്കാതിരിക്കാനായി എന്തെണ്ണം. തെറ്റിച്ച നമ്മുടെ കുട്ടിക്കല്ലേ കേട്. ഇവള് ദിവസത്തിൽ ഒരു നേരമെങ്കിലും കാണുന്നുണ്ട്. ഇതേവരെ കാണാത്ത ഞാനിതാ നിൽക്കുന്നു. ഒന്ന് കണ്ണടച്ചോളാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ആളാ. സാറ് വന്നോട്ടെ. എന്താ പറയണതെന്ന് അറിഞ്ഞിട്ട് കാണാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. പോട്ടെ. ശരി. ഹലോ. ബെഡ്റൂമിൽ കിടക്കാൻ മടിയായില്ലേ? ചാറ്റ് റൂമിൽ കയറി ഒരു കക്ഷിയോട് കുറെ നേരം ചിക്കി. ആരാ കക്ഷി? ഗേൾഫ്രണ്ട് ഫ്രം സ്വീഡൻ. എ ബ്യൂട്ടിഫുൾ യങ് ഗേൾ. കുറെ കഴിഞ്ഞപ്പോ അതും മടുത്തു. മടുത്തു. പോയി പണി നോക്കടാ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മോൾക്ക് അസൂയ ഒന്നുണ്ടല്ലേ? എന്തിന്? ആ പെൺകുട്ടി വന്നാലേ ഞാൻ ബ്രൈബ് ചെയ്യും. വന്ന് കൊണ്ടുപോയിക്കോളാൻ. ചാറ്റ് ചെയ്യാനേ അറിയൂ. സിസ്റ്റർ ഓഫ് ചെയ്യാനൊക്കെ എന്റെ കൈ തന്നെ വേണം. രണ്ട് പേഗ് അല്ലല്ലോ വീശിയത്. എത്ര കഴിച്ചു പറ? ഓ, 2ഉം ഒരു സ്മോളും. 1 2 3 4. ഇവിടെ ഇരുന്ന ഗ്ലാസ് എവിടെ? ഗ്ലാസേ ആഹാ, അധിക പ്രസംഗി. സ്വാതന്ത്ര്യം കൂടുന്നു. എനിക്കെന്തോ ഉറക്കം വന്നില്ല.
വായിച്ചു, TV കണ്ടു, സ്മോൾ അടിച്ചു നോക്കി. ഉറക്കം മാത്രം വന്നില്ല. ഞാൻ 1-2 തവണ വിചാരിച്ചു ആരും കാണാതെ ഇറങ്ങി പോന്നാലോ. നോണ, എന്റെ സ്വപ്നമാണ് ഭദ്ര ഈ പറഞ്ഞത്. രോഗികളെയും മരുന്നിനെയും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടി വരുന്ന ഭദ്ര എന്നതൊരു സ്വപ്നമായിട്ട് തന്നെ നിൽക്കുമല്ലേ. ഞാൻ നിന്റെ രോഗിയെങ്കിലും ആയിരുന്നെങ്കിൽ എങ്കില് ഒരുപാട് നേരം നീ എന്നെയും നോക്കിയിരുന്നേനെ. കൊള്ളാം. രാത്രിയും പകലും എന്റെ മോനെയും കെട്ടിപ്പിടിച്ച് കുട്ടികളെയും പ്രസവിച്ച് എന്നെ മടുക്കില്ലേ? ഞാനിപ്പോ ജോലി രാജിവെക്കണോ? പറ. അത് മാത്രം നീ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ആശുപത്രി പോണോന്ന് നീ വാശി പിടിക്കും. 7-8 വർഷം മുൾമുനയിൽ പഠിച്ചതാണേ. മോനീച്ച് റെഡിയാവാൻ നോക്ക്. ഓഫീസിൽ പോണ്ടേ? ചന്ദ്ര പ്ലീസ്. ചന്ദ്ര പ്ലീസ്. നല്ല ഉറക്കം വരുന്നു. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. ഉച്ചയ്ക്ക് വാ പ്ലീസ്. ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലെന്ന് പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയിട്ടില്ല. ഒരാഴ്ച ഞാൻ തനിച്ചായിരുന്നില്ലേ. നാളെ മുതൽ എനിക്ക് ഡേ ഡ്യൂട്ടി. ഓർമ്മ മുഷിഞ്ഞോ? ഫ്രണ്ട്സിനെയും പോയി തീർന്നിട്ടില്ല. എന്താടോ പേടിക്കാൻ? ആദ്യ രാത്രിയിൽ ഒരു ഭയോ കാണിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? താരും ഡോക്ടറല്ലടോ.